നേരത്തിലായിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പഠിച്ചോനെ. ആളെ കിട്ടിപ്പോയി മതി. ബോബി ചെമ്മണ്ണൂർ കേസായല്ലോ, സ്ത്രീത്വത്തെ അപമാനിച്ചടക്കമാണ് കേസ്. IT ആക്ട് അടക്കം ഇട്ടിട്ടുണ്ട്. കുഴപ്പമാവോ? അങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടായിരുന്നോ ശ്രീ ബോബി ചെമ്മണ്ണൂർ? ആദ്യം നീ നിന്റെ പരിമിതികൾ മനസ്സിലാക്കുക. പക്ഷെ അത് അവര് ആ സെൻസിൽ തന്നെ എടുത്തിട്ടുള്ളായിരുന്നു. തുടർച്ചയായിട്ട് താങ്കൾ പറഞ്ഞുവല്ലേ, ഒന്നിൽ കൂടുതൽ തവണ പറഞ്ഞു. ഇവരെ ഞാൻ നമിക്കുന്നു. കലോത്സവ റിപ്പോർട്ടിംഗിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിനാണ് കേസ്. അരുൺകുമാർ സഭ്യമല്ലാത്ത രീതിയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്ന് കമ്മീഷൻ പറഞ്ഞു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനിടെ റിപ്പോർട്ടർ ടിവിയുടെ റിപ്പോർട്ടിങ്ങിനിടയിലുള്ള ഒരു വീഡിയോ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വലിയ രീതിയിൽ വിമർശന വിധേയമാകുന്നുണ്ട്. ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ ചർച്ചയാകുന്നുണ്ട്. നീ ഒരു മഹാമണ്ടൻ തന്നെ. അതിനിടയിലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ സ്വമേധയാ കേസെടുത്തത്. വാർത്താവരണത്തിൽ റിപ്പോർട്ടർ ടിവിയിലെ അരുൺകുമാർ സഭ്യമല്ലാത്ത ഭാഷയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടും കേസെടുക്കുകയാണെന്നും കമ്മീഷൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. സ്ത്രീത്വത്തെ അപമാനിച്ചടക്കമാണ് കേസ്. IT ആക്ട് അടക്കം ഇട്ടിട്ടുണ്ട്. കുഴപ്പമാവോ? അങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടായിരുന്നോ ശ്രീ ബോബി ചെമ്മണ്ണൂർ? കലോത്സവ റിപ്പോർട്ടിംഗിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിനാണ് കേസ്. അരുൺകുമാർ സഭ്യമല്ലാത്ത രീതിയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്ന് കമ്മീഷൻ പറഞ്ഞു. ഞാൻ പോട്ടെ, പോകാൻ വരട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം.